നമസ്കാരം. ജനങ്ങളുടെ പ്രതിമാസ ശരാശരി വരുമാനം വെറും $150, അതായത് ഏകദേശം 13,000 രൂപ മാത്രമുള്ള ഒരു രാജ്യം. പലയിടത്തും കറൻസിക്ക് കടലാസ വില പോലും ഇല്ലാത്തൊരു നാട്. ഒരു കപ്പ് ചായ കിട്ടാൻ 82 രൂപയുടെ മൂല്യം വരുന്ന റിയാൽ കൊടുക്കണം. 1 കിലോ അരിക്ക് 500 രൂപയ്ക്ക് സമാനമായ റിയാൽ കൊടുക്കണം. മരുന്നിനും അവശ്യ വസ്തുക്കൾക്കും ക്ഷാമമാണ്. ഇതുപോലെ ഒരു രാജ്യം മുൻ നേതാവിന്റെ ശവസംസ്കാരത്തിന് പൊട്ടിക്കുന്നത് ശതകോടികളാണ്. അതാണ് ഇറാൻ എന്ന ഷിയ കാർക്കശ്യത്തിന്റെ അവസാന വാക്കായ ഇസ്ലാമിക രാജ്യം. ന്യൂസ് ഇൻ ഡെപ്ത് ഇന്ന് പരിശോധിക്കുന്നു. ഖമീനിയെ ഹീറോയാക്കാൻ ഇറാൻ ജനങ്ങളെ പിഴിയുമ്പോൾ. ഇസ്രയേൽ അമേരിക്കൻ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ സംസ്കാരം ഇറാൻ നടത്തുന്നത് കോടികൾ പൊട്ടിച്ചാണ്. യുദ്ധ സാഹചര്യങ്ങളും കനത്ത സുരക്ഷാ ആശങ്കകളും കാരണമാണ് ചടങ്ങുകൾ 4 മാസത്തോളം വൈകിയത്. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം രാജ്യത്ത് 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം ഉണ്ടായിരിക്കും. ഖബറടക്കം ജൂലൈ 9 വ്യാഴാഴ്ച മഷ്ഹദിലെ ഇമാം റസ പള്ളിയിലാണ് നടക്കുക. ഖമേനിയുടെ ഭൗതിക ശരീരം ആകെ 6 ദിവസം നീളുന്ന ഔദ്യോഗിക വിലാപയാത്രകളുടെയും പൊതുദർശന ചടങ്ങുകളുടെയും ഭാഗമായിരിക്കും. ജൂലൈ 4-5 ദിവസങ്ങളിൽ ടെഹ്റാനിലെ ഇമാം ഖൊമേനി ഗ്രാൻഡ് മൊസല്ല മസ്ജിദിൽ 2 ദിവസത്തെ പൊതുദർശനം ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജൂലൈ 6-ന്, അതായത് ഇന്ന്, ടെഹ്റാൻ നഗരത്തിലൂടെ വൻ വിലാപയാത്രയും ഉണ്ടാകും. ജൂലൈ 7-ന് ചരിത്ര പ്രസിദ്ധമായ ഷിയ തീർത്ഥാടന നഗരമായ ഖോമിൽ വിലാപയാത്രയെത്തും. ജൂലൈ 9-ന് അദ്ദേഹത്തിന്റെ ജന്മനാടായ മഷ്ഹദിൽ അവസാന വിലാപയാത്രയും തുടർന്ന് ഖബറടക്കവും നടക്കും. പൊതുജനങ്ങൾക്കായി തുറന്ന പൊതുദർശന ചടങ്ങിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. 1.5 കോടി മുതൽ 2 കോടി വരെ ആളുകൾ ചടങ്ങുകളിൽ പങ്കെടുക്കുമെന്നാണ് കണക്കാക്കുന്നത്. രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ശവസംസ്കാര ചടങ്ങുകൾക്കായി സർക്കാർ വൻതോതിൽ പണം ചെലവഴിക്കുന്നതിലും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഭരണകൂട സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിലും പൊതുജനങ്ങൾക്കിടയിൽ കടുത്ത അതൃപ്തി പുകയുന്നുണ്ട്. ജനങ്ങളിൽ നിന്ന് നിർബന്ധിത പിരിവ് നടക്കുന്നതായും വലിയ ആക്ഷേപവുമുണ്ട്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ വിലാപയാത്രയിൽ ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ല മോസ്കിലേക്ക് ഒഴുകിയെത്തിയ ജനസാഗരം സ്വമേധയാ എത്തിയതല്ല, ഭരണകൂടം ഭീഷണിപ്പെടുത്തി എത്തിച്ചതാണെന്നും ആരോപണമുണ്ട്. ടെഹ്റാൻ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ അവധികൾ റദ്ദാക്കുകയും ചടങ്ങുകളിൽ നിർബന്ധമായി പങ്കെടുക്കാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. തദ്ദേശീയ ഭരണകൂടങ്ങളും അർദ്ധസൈനിക വിഭാഗമായ ബാസിജ് സേനാ അംഗങ്ങളും ഹോട്ടലുകളിലും വ്യാവസായിക മേഖലകളിലും കയറി വിലാപയാത്രയ്ക്ക് എത്തുന്നവർക്ക് സൗജന്യ ഭക്ഷണവും സേവനങ്ങളും നൽകാൻ ആവശ്യപ്പെട്ടു. വിസമ്മതിച്ചാൽ സ്ഥാപനങ്ങൾ പൂട്ടിക്കുമെന്ന ഭീഷണിയുണ്ടായിരുന്നു. വിലാപയാത്രയും ഔദ്യോഗിക ദുഃഖാചരണവും നടക്കുന്ന ദിവസങ്ങളിൽ കടകൾ തുറന്നു പ്രവർത്തിച്ചാൽ അവ ഭരണകൂടം ഇടപെട്ട് പൂർണ്ണമായി പൂട്ടി സീൽ ചെയ്യുമെന്ന് ബാസിജ് സേനാംഗങ്ങൾ കടയുടമകളെ ഭീഷണിപ്പെടുത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള മാധ്യമമായ ഇറാൻ ഇന്റർനാഷണൽ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം വിവിധ വ്യാപാര യൂണിയനുകൾ വഴിയും ആളുകൾക്ക് കർശന സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. ഉദാഹരണത്തിന്, ടെഹ്റാനിലെ റിയൽ എസ്റ്റേറ്റ് യൂണിയൻ തങ്ങളുടെ അംഗങ്ങൾക്ക് അയച്ച സന്ദേശത്തിൽ വിലാപയാത്ര ദിവസങ്ങളിൽ ഓഫീസുകൾ തുറക്കാൻ പാടില്ലെന്നും ജീവനക്കാർ നിർബന്ധമായി ചടങ്ങുകളിൽ പങ്കെടുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇറാൻ തലസ്ഥാനത്തിന്റെ സാമ്പത്തിക ഹൃദയമായ ടെഹ്റാൻ ഗ്രാൻഡ് ബസാർ ഉൾപ്പെടെയുള്ള വലിയ വാണിജ്യ കേന്ദ്രങ്ങൾ പൂർണ്ണമായി അടച്ചുപൂട്ടാൻ അധികൃതർ ഉത്തരവിട്ടു. ഇതിനു പുറമെ ജൂലൈ 4 മുതൽ ജൂലൈ 8 വരെയുള്ള ദിവസങ്ങളിൽ രാജ്യത്തെ മുഴുവൻ ഫിറ്റ്നസ് സെന്ററുകളും ജിമ്മുകളും അടച്ചിടാൻ കർശന നിർദ്ദേശമുണ്ട്. കൂടാതെ വിലാപയാത്രയ്ക്ക് എത്തുന്നവർക്കായി വഴിയോരങ്ങളിൽ സൗജന്യ ഭക്ഷണശാലകളും ചായയും വിതരണം ചെയ്യാനുള്ള പണം വ്യാപാരികളിൽ നിന്നും വൻകിട കമ്പനികളിൽ നിന്നും ഭരണകൂടം നിർബന്ധിതമായി പിരിച്ചെടുക്കുന്നതായും ആക്ഷേപമുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇറാഖ് പോലുള്ള അയൽ രാജ്യങ്ങളിൽ നിന്നും ആളുകളെ എത്തിക്കാൻ സൗജന്യ ട്രെയിൻ, ബസ് സർവീസുകളും താമസ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കി നൽകിയിരുന്നു. ഇറാൻ ഭരണകൂടത്തിൽ നിന്ന് വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മാനേജ്മെന്റുകൾക്ക് വിലാപയാത്രയിൽ നിശ്ചിത എണ്ണം ആളുകളെ എത്തിക്കാൻ കർശന നിർദ്ദേശം ലഭിച്ചിരുന്നു. പ്രമുഖ മാധ്യമ ഗ്രൂപ്പായ ഹംഷഹരി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളോട് അവരുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കുറഞ്ഞത് 200 ജീവനക്കാരെ വീതം ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടു. ടെഹ്റാൻ മുനിസിപ്പാലിറ്റിയുടെ 10ാം ഡിസ്ട്രിക്റ്റിലെ ഹ്യൂമൻ റിസോഴ്സ് ഡയറക്ടറേതായി പുറത്തുവന്ന ഓഡിയോ സന്ദേശത്തിൽ എല്ലാ ജീവനക്കാരും അവരുടെ മാതാപിതാക്കളെയും കുട്ടികളെയും ഒപ്പം കൂട്ടണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുള്ളവർക്കോ ചെറിയ കുട്ടികളുള്ള അമ്മമാർക്കോ പോലും ഇതിൽ ഇളവ് നൽകിയിരുന്നില്ല. ഇറാനിലെ 2ാമത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ സെയ്ബ കമ്പനിയിലെ ജീവനക്കാർ തങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇറാഖിലെ നജാഫ്, കർബല തുടങ്ങിയ ഷിയ തീർത്ഥാടന നഗരങ്ങളിൽ നിന്നും ഖമീനിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തുന്ന ഏകദേശം 2000 അതിഥികൾക്ക് താമസവും മറ്റ് സൗകര്യങ്ങളും ഒരുക്കാൻ കമ്പനിയുടെ ഭരണകൂടം ആവശ്യപ്പെട്ടു. ഇതിനായി സെയ്ബ കമ്പനിയുടെ ഫാക്ടറി പരിസരങ്ങളും മറ്റ് സൗകര്യങ്ങളും വിട്ടു നൽകേണ്ടി വന്നതിനാൽ കമ്പനിയിലെ സാധാരണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും ജീവനക്കാരുടെ ഓവർ ടൈം ജോലി അധികൃതർ റദ്ദാക്കുകയും ചെയ്തു.
ഇറാനിൽ വരുന്ന കുറച്ച് ദിവസത്തേക്ക് ഖമേനിയുടെ വിലാപയാത്രയല്ലാതെ മറ്റൊരു പരിപാടിയും സംരക്ഷണം ചെയ്യരുതെന്ന് മാധ്യമങ്ങൾക്ക് കർശന വിലക്കുമുണ്ട്. ഇറാന്റെ പരമോന്നത സുരക്ഷാ സമിതി മാധ്യമങ്ങൾക്ക് നൽകിയ രഹസ്യ നിർദ്ദേശപ്രകാരം വിലാപയാത്ര നടക്കുന്ന ദിവസങ്ങളിൽ രാജ്യത്ത് രാഷ്ട്രീയ തർക്കങ്ങളോ ഭിന്നതകളോ ഉണ്ടാക്കുന്ന വാർത്തകൾക്ക് പ്രാധാന്യം നൽകരുതെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഖമേനിയുടെ വ്യക്തിത്വത്തെയും ചരിത്രപരമായ പ്രാധാന്യത്തെയും കുറിച്ചുള്ള വിവരങ്ങളും വിലാപയാത്രയിലെ ജനപങ്കാളിത്തവും മാധ്യമങ്ങൾ പ്രധാനമായി സംരക്ഷണം ചെയ്യണം. അമേരിക്കയുമായിട്ടുള്ള ചർച്ചകൾ, പ്രാദേശിക രാഷ്ട്രീയ നീക്കങ്ങൾ തുടങ്ങിയവ പ്രധാന വാർത്തകളിൽ നിന്ന് താൽക്കാലികമായി മാറ്റിവെക്കാനോ പ്രാധാന്യം കുറയ്ക്കാനോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചടങ്ങുകളിലേക്ക് ആളുകളെ ആകർഷിക്കാൻ ഭീഷണികൾക്ക് പുറമെ ഭരണകൂടം വലിയ തോതിൽ പ്രലോഭനങ്ങൾ നൽകിയിരുന്നു. സിവിൽ രജിസ്ട്രേഷൻ ഓർഗനൈസേഷനിലെ ജീവനക്കാർ വെളിപ്പെടുത്തിയത് പ്രകാരം വിലാപയാത്രയിൽ പങ്കെടുക്കാമെന്ന് ഏൽക്കുന്ന ഓരോ ജീവനക്കാരനും 20 കിലോഗ്രാം അരി വീതം സൗജന്യമായി അധികൃതർ വിതരണം ചെയ്തു എന്നാണ്. എന്നിരുന്നാലും വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയ ശേഷം ചടങ്ങുകളിൽ പങ്കെടുക്കാതെ വടക്കൻ ഇറാനിലേക്ക് വിനോദയാത്രകൾക്കായി പോയതായും റിപ്പോർട്ടുകളുണ്ട്. ദുരന്തം മുന്നിൽ കണ്ട് ഖബർ ഒരുക്കിയിരിക്കുന്ന ഒരു രാജ്യത്തെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? എന്നാൽ ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ ആളുകൾ മരിച്ചു വീഴണമെന്ന് ഇറാൻ പരോക്ഷമായി ആഗ്രഹിക്കുന്നുണ്ട്. അതും അവർക്ക് തങ്ങളുടെ രാജ്യത്തിന് നേതാവിനോടുള്ള കൂറ് കാണിക്കാനുള്ള അടവാണ്. 2 കോടി വരുന്ന ജനക്കൂട്ടവും കടുത്ത ചൂടും ആൾക്കൂട്ട ദുരന്തമുണ്ടായാൽ 3000 വരെ മരണങ്ങൾ സംഭവിച്ചേക്കാമെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു. ഇത് മുന്നിൽ കണ്ട് ടെഹ്റാനിലെ പ്രശസ്തമായ ബഹിഷത്ത് ഇ സഹറ സെമിത്തേരിയിൽ ആയിരക്കണക്കിന് പുതിയ കല്ലറകൾ ഇതിനകം വെട്ടിയിട്ടുണ്ടെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മുൻകൂട്ടി തയ്യാറാക്കിയ കല്ലറകൾ യഥാർത്ഥത്തിൽ നിലവിലുണ്ട്. 3000 മരണം വരെ സംഭവിച്ചാലും അത് കൈകാര്യം ചെയ്യാൻ തയ്യാറായിരിക്കാനാണ് അധികൃതർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. സാധ്യതാ മരണങ്ങളും കാണാതാകുന്ന കേസുകളും കൈകാര്യം ചെയ്യാൻ പ്രത്യേക ഉദ്യോഗസ്ഥ വിഭാഗത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ ജനക്കൂട്ടവും കടുത്ത ചൂടും ഉള്ളതിനാൽ എന്താണ് സംഭവിക്കുകയെന്ന് ആർക്കും പ്രവചിക്കാനാകില്ലെന്നാണ് ടെഹ്റാൻ മുനിസിപ്പാലിറ്റി അധികൃതർ പറയുന്നത്. വിലാപയാത്രകളിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടായ ചരിത്രമാണ് ഇറാന്റേത്. 2020 IRGC കമാൻഡർ ഖാസിം സുലൈമാനിയുടെ വിലാപയാത്രയ്ക്കിടയിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 56 പേർ കൊല്ലപ്പെടുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 1989 റൂഹുള്ള ഖമേനിയുടെ വിലാപയാത്രയും വലിയ അരാജകത്തിലാണ് കലാശിച്ചത്. അന്ന് 8 പേർ മരിക്കുകയും 100 കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വൻ ജനക്കൂട്ടത്തിനൊപ്പം രാജ്യത്തിന്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വം ഒന്നാകെ ഒത്തുകൂടുന്നത് വലിയ സുരക്ഷാ ആശങ്കകളാണ് ഉയർത്തുന്നത്. പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനിയെയും വധിക്കാൻ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞതിന് പിന്നാലെ ഇറാനെതിരെയുള്ള നീക്കങ്ങൾക്കെതിരെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വ്യോമ കരമാർഗങ്ങളിലൂടെ ആക്രമണ ഭീഷണികൾ നിലനിൽക്കുന്നതിനാൽ തിങ്കളാഴ്ച ടെഹ്റാനിലെ വ്യോമപാത പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയാണ്. നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി 10,000-കണക്കിന് ബസ്സുകളും സൗജന്യ മെട്രോ സർവീസുകളും താൽക്കാലിക താമസ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതേസമയം ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ലോകരാഷ്ട്രങ്ങളെ തടയാൻ അമേരിക്ക ശക്തമായ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുന്നതായി ഇറാൻ മാധ്യമങ്ങൾ ആരോപിക്കുന്നു. ചടങ്ങിൽ പങ്കെടുത്താൽ സാമ്പത്തിക നയതന്ത്ര സഹായങ്ങൾ തടയുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് 3 കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, 5 ആഫ്രിക്കൻ രാജ്യങ്ങൾ, അറബ്, ഗൾഫ്, കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ 13 രാഷ്ട്രങ്ങൾ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നുവെന്നാണ് ഇറാന്റെ തസ്നീം ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തത്. എങ്കിലും ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ എന്നിവരുൾപ്പെടെ 100-ലധികം രാജ്യങ്ങളുടെ പ്രതിനിധികൾ പൊതുദർശന ചടങ്ങിൽ പങ്കെടുത്തതായി ഇറാൻ അവകാശപ്പെട്ടു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണറും പ്രതിനിധി സംഘവുമാണ് ചടങ്ങിൽ സംബന്ധിക്കുന്നത്. മേഖലയിലെ മറ്റ് തന്ത്രപ്രധാന നീക്കങ്ങളുടെ ഭാഗമായി ഹോർമുസ് കടലിടുക്കിലെ മൈനുകൾ നീക്കം ചെയ്യാനും UK-യുമായി ചേർന്ന് അന്താരാഷ്ട്ര കപ്പൽ പാത തുറക്കാനുമായി ഫ്രാൻസ് വിന്യസിച്ചിരുന്ന പടക്കപ്പൽ വ്യൂഹത്തെ അവിടുന്ന് പെട്ടെന്ന് പിൻവലിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേൽ US വ്യോമാക്രമണങ്ങളെ തുടർന്നുണ്ടായ യുദ്ധ സാഹചര്യങ്ങൾ കാരണം ഇറാന്റെ സമ്പദ് വ്യവസ്ഥ ഇതിനകം തന്നെ കടുത്ത പ്രതിസന്ധിയിലാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരാഴ്ചയോളം ബിസിനസ് സ്ഥാപനങ്ങൾ നിർബന്ധിതമായി അടച്ചിരുന്നത് തങ്ങളുടെ ദൈനംദിന വരുമാനത്തെ ബാധിക്കുമെന്നും വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും വ്യാപാരികൾ പരാതിപ്പെടുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നോട്ടിലെ പൂജ്യം വെട്ടുക എന്ന കടുംവെട്ട് നേരത്തെ ഇറാൻ നടത്തിയിരുന്നു. അതായത് നോട്ടിലെ പൂജ്യങ്ങൾക്ക് വിലയില്ലാതായി. 2000-ന്റെ നോട്ടിന് 2 രൂപയുടെ വിലയായി. യുദ്ധത്തിന് മുമ്പാണ് ഈ കടുംവെട്ട് നടത്തിയത്. യുദ്ധത്തിന് ശേഷം കാര്യങ്ങൾ കൂടുതൽ വഷളായി. ഇറാൻ 1 കോടി റിയാലിന്റെ ഒറ്റ നോട്ട് ഇറക്കിയതും നേരത്തെ വാർത്തയായിരുന്നു. മുഖവില ഉയർന്നതാണെങ്കിലും ഇതിന്റെ യഥാർത്ഥ മൂല്യം വെറും $7, അതായത് 750 ഇന്ത്യൻ രൂപ മാത്രമാണ്. ടെഹ്റാൻ മാർക്കറ്റിൽ 1 കിലോ ഗോതമ്പ് പൊടിക്ക് ഏകദേശം 5,20,000 റിയാൽ വരെയാണ് വില. കഴിഞ്ഞ വർഷത്തിന്റെ ഇരട്ടിയാണ് ഗോതമ്പ് പൊടിയുടെ വിലക്കയറ്റമെന്ന് ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. പഞ്ചസാരയുടെ വിലയിലും 2025-2026 കാലയളവിൽ ഏകദേശം 900% വരെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 കിലോയ്ക്ക് ഏകദേശം 1,50,000 മുതൽ 2 ലക്ഷം റിയാൽ വരെയാണ് ഇപ്പോഴത്തെ നിരക്ക്. പച്ചക്കറികളുടെ വിലയിൽ പ്രതിമാസം 7.8% എന്ന തോതിൽ വർധനവുണ്ടാകുന്നുണ്ട്. 1 കിലോ ഉരുളക്കിഴങ്ങിന് ഏകദേശം 21,000 റിയാൽ നൽകേണ്ടി വരുന്നു. 1 ഡസൻ മുട്ടയ്ക്ക് ഏകദേശം $1.10 നൽകേണ്ടി വരുന്നു.
ചിക്കൻ കിലോയ്ക്ക് ഏകദേശം 70% വരെ വില കൂടിയിട്ടുണ്ട്. ഒരു കപ്പ് ചായയുടെ വില ഏകദേശം 82 ഇന്ത്യൻ രൂപയാണ്. 11,48,352 ഇറാനിയൻ റിയാൽ നൽകിയാലാണ് ഒരു കപ്പ് ചായ കിട്ടുക. ഇതുമൂലം ജനം ചായ കൂടി നിർത്തി കഴിഞ്ഞു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മരുന്ന് വിലയിൽ 70% മുതൽ 110% വരെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാരസെറ്റമോളിന്റെ അസംസ്കൃത വസ്തുക്കളുടെ വിലയിൽ അടുത്തിടെ 26% വർധനവുണ്ടായി. ഇറാനിലെ വിപണിയിൽ 10 ഗുളികൾ അടങ്ങിയ ഒരു സ്ട്രിപ്പിന് ഏകദേശം 40 മുതൽ 60 ഇന്ത്യൻ രൂപ വരെ നൽകേണ്ടി വരുന്നു. ഇന്ത്യയിൽ ഒരു ഗുളികയ്ക്ക് വെറും 2 രൂപയാണെന്നത് ഓർക്കണം. സാധാരണ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകളുടെ വിലയിൽ 400% വരെ വർധനവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ജെൻഡാമൈസിൻ എന്ന മരുന്നിന്റെ വില ഏകദേശം 160 മുതൽ 170 ഇന്ത്യൻ രൂപയായി ഉയർന്നു. വിറ്റാമിൻ B12 വിലയിൽ 156% വർധനവുണ്ടായി. ഒരു ഡോസിന് ഏകദേശം 95 മുതൽ 100 ഇന്ത്യൻ രൂപ നൽകണം. വേദന സംഹാരികൾക്ക് ഒരു മാസത്തിനിടെ 3 ഇരട്ടിയിലധികം വില വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാനിൽ മരുന്ന് ക്ഷാമം അതീവ ഗുരുതരമാണ്. ക്യാൻസർ, പ്രമേഹം, ഹൃദ്രോഗം, തൽസീമിയ തുടങ്ങിയ മാറാരോഗങ്ങൾക്കുള്ള മരുന്നുകൾക്ക് വലിയ ക്ഷാമം നേരിടുന്നുണ്ട്. മാനുഷിക പരിഗണന നൽകി മരുന്നുകളെ ഉപരോധത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ബാങ്കിംഗ്, ഷിപ്പിംഗ് തടസ്സങ്ങൾ കാരണം മരുന്നുകൾ ഇറക്കുമതി ചെയ്യാൻ ഇറാൻ പ്രയാസപ്പെടുകയാണ്. മരുന്നുകൾക്ക് ക്ഷാമം നേരിടുന്നതോടെ പലരും മരുന്നുകൾക്കായി കരിഞ്ചന്തയെ സമീപിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ജനം തെരുവിലിറങ്ങിയത്. പക്ഷേ കഴിഞ്ഞ വർഷം ഖമേനിയുടെ നേതൃത്വത്തിൽ തന്നെ പ്രതിഷേധിച്ചവരെ കശാപ്പു ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ജനകോടികൾ ഖമേനിയുടെ മൃതദേഹം കാണാൻ വരുന്നുണ്ടെങ്കിലും ഇറാൻ ജനതയും ഖമേനി അതിക്രൂരമായി ശിക്ഷിച്ചിരുന്നു. ഹിജാബ് കൃത്യമായി ധരിച്ചില്ല എന്ന കാരണം പറഞ്ഞ് ഇറാൻ മതകാര്യ പോലീസ് മഹ്സ അമിനി എന്ന യുവതിയെ തല്ലിക്കൊന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ ഖമേനിയും ഖുമേനിയും നിന്നുകത്തി. ആയിരക്കണക്കിന് സ്ത്രീകളെ വെടിവെച്ചുകൊണ്ടാണ് ആ പ്രക്ഷോഭം അടിച്ചമർത്തിയത്. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ നടക്കുന്ന പ്രക്ഷോഭത്തിൽ 1,00,000-ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ടെഹ്റാനിലടക്കം ശവങ്ങൾ കൂനകൂട്ടി സംസ്കരിക്കുകയായിരുന്നു എന്നാണ് പല സംഘടനകളും പറയുന്നത്. 90,000-ഓളം പേർ ഒരു മാസത്തിനുള്ളിൽ അവിടെ മരിച്ചു വീണുവെന്നാണ് കണക്ക്. ഖമേനിയുടെ ചിത്രം കത്തിച്ച് സിഗരറ്റ് വലിച്ച സ്ത്രീകളെല്ലാം കൊല്ലപ്പെട്ടു കഴിഞ്ഞുവെന്നോ തടവിലാക്കി വിരലുകൾ വെട്ടിയെന്നോ ഒരു റിപ്പോർട്ട് പറയുന്നത്. അന്ന് അലി ഖമേനിയുടെ നിർദ്ദേശപ്രകാരം അതിശക്തമായ രീതികളാണ് പ്രതിഷേധക്കാരെ നേരിടാൻ ഉപയോഗിച്ചത്. കണ്ണീർ വാതകത്തിന് പുറമെ മാരകമായ രാസവസ്തുക്കളാണ് ഉപയോഗിച്ചത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ നേതൃത്വത്തിൽ ടീം 12 സംഘം ക്രൂരന്മാരുണ്ട്. ഇവർ ചെയ്യാത്ത അതിക്രമങ്ങളില്ല. തലയ്ക്കും നെഞ്ചിനും വെടിയേറ്റാണ് മിക്കവരും കൊല്ലപ്പെട്ടത്. ആളുകൾ ഓടി രക്ഷപ്പെടുമ്പോൾ പോലും പിന്നിൽ നിന്ന് വെടിവെക്കുന്നതായും അന്ധരാക്കാൻ ലക്ഷ്യമിട്ട് കണ്ണുകളിലേക്ക് പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. തടവിലാക്കപ്പെട്ട സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും സൈനികർ ബലാത്സംഗം ചെയ്യുന്നതായി ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രക്ഷോഭകാരികളെ മാനസികമായി തകർക്കാനും ഭയപ്പെടുത്താനും ഇതൊരു ആയുധമായിട്ടാണ് ഭരണകൂടം ഉപയോഗിക്കുന്നത്. അറസ്റ്റ് ചെയ്യുന്നവരെ ചാട്ടവാറടി, നഖത്തിനിടയിൽ സൂചി കയറ്റുക, വിരൽ വെട്ടുക, കഠിനമായ മർദ്ദനം എന്നിവയ്ക്ക് വിധേയരാക്കും. പരിക്കേറ്റവർ ചികിത്സ തേടി ആശുപത്രികളിൽ എത്തുമ്പോൾ അവിടെ വെച്ച് അവരെ പിടികൂടുകയോ ചികിത്സ നിഷേധിക്കുകയോ ചെയ്യും. ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് മറ്റാരുമല്ല, ഈ അലി ഖുമേനി തന്നെയായിരുന്നു. അതെല്ലാം മറപ്പിക്കാനും രാജ്യം ഒറ്റക്കെട്ടാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുമാണ് ഇന്ന് ഇത്രയും വലിയ ശവസംസ്കാരം ഇറാൻ നടത്തുന്നത്.